ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 5 മിനിറ്റെങ്കിലും വണ്ടി ഒന്ന് വാമപ്പിലിടണം. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് വന്ന് നിർത്തിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റും കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് സമയം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് 5 മിനിറ്റ് സമയം ജസ്റ്റ് സ്ലോ വർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിത് ആ വണ്ടി ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ ഡ്രെയിൻ ചെയ്യുന്നതിനുള്ള സ്ക്രൂ ബോൾട്ട് എവിടെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗിയർ എവിടെയാണോ വരുന്നത്, ഗിയർ ലിവറിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ 2 രീതിയിൽ വരാം, ഹൊറിസോണ്ടലായിട്ടും വരാം, വെർട്ടിക്കലായിട്ടും വരാം. ഇത് വെർട്ടിക്കലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 12 mm സ്പാനറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഇതുപോലെ ബോക്സ് സ്പാനറോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ബോൾട്ട് ഫുള്ളായിട്ട് അഴിക്കുന്നതിന് മുമ്പായിട്ട് താഴെ എന്തെങ്കിലും ഒരു പാത്രം അവിടെ വെച്ചിരിക്കണം, നമ്മുടെ ഓയിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഒരു ചെറിയൊരു കപ്പേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1 ലിറ്ററാണ് നമ്മുടെ കപ്പാസിറ്റി എന്നറിയാമല്ലോ. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഓയിൽ ഡ്രെയിൻ ആവാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മുമ്പ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പഴയ ഓയിലിൻ്റെ ഏതെങ്കിലും ഒരു ക്യാനിൽ ഒരു പകുതിയൊക്കെ ഉള്ള ഓയിലുണ്ടോ, എൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് അങ്ങനെ പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഏകദേശം നല്ല സ്പീഡിലായിരിക്കും തുടക്കത്തിൽ വരിക. അപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം കുറച്ച് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കപ്പ്, ഇത് കുറഞ്ഞ ഓപ്പണാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ചുകൂടി നല്ല ഓപ്പൺ ആയിട്ടുള്ള കപ്പാണ് നല്ലത്. കാരണം ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് മൂവ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കൃത്യമായിട്ട് ഓയിൽ ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പട്ടികയുടെ കഷ്ണം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കും. അങ്ങനെയൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആദ്യം ഈ ഭാഗത്തേക്ക് ചെരിയുന്ന രീതിയിൽ വെക്കാം, പിന്നെ അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് വെക്കാം, വീണ്ടും ഇങ്ങോട്ട് തന്നെ വെക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിനായി പോകും. അതേപോലെ ഒരിക്കലും മറന്നു പോകാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഓയിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അത് ലൂസ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്, അതേപോലെ ലാസ്റ്റ് ഉപയോഗിച്ചത് നമ്മുടെ ക്ലച്ച് കവറൊക്കെ അഴിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സെൻട്രിഫ്യൂഗൽ ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു സ്റ്റെയിനറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ച ഓയിൽ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് മോട്ടോളിൻ്റെ 10W30 5100 എന്ന് പറഞ്ഞ സെമി സിന്തറ്റിക്കിൽ തന്നെ കുറച്ചൊരു ഹയർ ഗ്രേഡാണ്. അതായത് 3100 ഉണ്ട്, 5100 ഉണ്ട് സെമി സിന്തറ്റിക്കിൽ. അതിൽ 5100 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് അത് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഡ്രെയിൻ ബോൾട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഡ്രെയിൻ ബോൾട്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നല്ലോണം ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ത്രെഡോ കാര്യങ്ങളോ പോയിട്ടുണ്ടോ, അതേപോലെ നമ്മൾ സ്പാനർ ഇടുന്ന ആ ഭാഗത്ത് നെക്ക് എന്തെങ്കിലും തേയ്മാനം വന്ന് പോയിട്ടുണ്ടോ, അതേപോലെ വാഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാഷറുള്ള ടൈപ്പുണ്ട്, ഇല്ലാത്ത ടൈപ്പുണ്ട്. അപ്പോൾ വാഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാഷറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. വാഷറിന് കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ വീണ്ടും അതന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പണി വരും. കാരണം ഓയിൽ അതിലൂടെ എത്ര ഫുൾ ടൈറ്റ് ചെയ്താലും ലീക്കായി വരും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ എൻജിൻ ഓയിൽ ചേഞ്ചിലും നിർബന്ധമായും ഇത് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ സർവീസ് ബുക്കുകളിലൊക്കെ പറയുന്നത്. അപ്പോൾ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. 20 രൂപയുടെ കേസേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മുടെ എൻജിൻ ഓയിൽ ഒഴിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു ഒഴിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ കോട്ടൻ്റെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇതുപോലൊരു ഫണൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അഥവാ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫണൽ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഓയിൽ ഹോണ്ട വണ്ടികൾക്ക് പ്രത്യേകിച്ച് 10W30 ആണ് ഹോണ്ട വണ്ടികൾക്ക് നോർമലി വരുന്ന, അതായത് നമ്മുടെ എൻജിന് ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത്. അപ്പോൾ ആ ഗ്രേഡ് ഈ സെയിം ഗ്രേഡ് തന്നെയാണെന്നും ഹോണ്ട വണ്ടികൾക്ക് പ്രത്യേകമായിട്ട് നിർമ്മിച്ചതാണെന്നും എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന് പെർഫോമൻസ് ഉണ്ട് എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഈ സംഭവം വീണ്ടും മേടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാപ്പിൽ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഇത് തുറക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നല്ല കൺട്രോളിൽ വേണം തുറക്കാൻ വേണ്ടിയിട്ട്. ഒരു ലെവലില്ലാതെ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിലുള്ള ഓയിൽ പുറത്തേക്ക് തുളുമ്പി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എനിക്കതിന് മുമ്പ് ഒരു പ്രാവശ്യം ഫസ്റ്റ് തുറന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിൽ പോവുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ ഫിൽ ചെയ്യാം. അപ്പോൾ ഫിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ഒഴിക്കാതെ വളരെ സ്ലോ ആയിട്ട് മാത്രം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമയമെടുത്ത് ഒഴിക്കുക. കാരണം കുറച്ച് വല്ലാതെ തിക്നെസ് ഉള്ള ഓയിലൊന്നുമല്ല, എന്നാലും എന്താ പറയുക, നമ്മൾ വളരെ പതുക്കെ ഒഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഓയിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ആ ഓയിൽ സ്റ്റിക്കിൽ താഴെയായിട്ടൊരു മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് നോക്കിയിട്ട് നമുക്ക് ഓയിൽ ലെവൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സാധാരണ രീതിയിൽ ചാവി ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം കിക്കർ അടിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഓയിൽ ഇനിയിപ്പോൾ നമ്മൾ പുതുതായിട്ട് ഡ്രെയിൻ ചെയ്ത് ഫുള്ള് കളഞ്ഞതാണല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ള ഓയിലൊന്ന് പമ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഓക്കെ, എന്നിട്ട് നോർമലി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. കിക്കർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും അപശബ്ദങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി നമ്മളെ വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ ഓയിൽ നമ്മളെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കുറച്ച് സമയം ഒന്ന് വണ്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വരാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ചെയ്ത സമയത്ത് ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം പിന്നെ കാണണമെന്നില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു ഓയിൽ സ്റ്റിക്കിൻ്റെതാണെങ്കിലും നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ക്ലോത്ത് പിടിച്ചിട്ട് ഒന്നുകൂടി കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവിടെയൊക്കെ ചെറിയ ലൂസ് വരും. അങ്ങനെ ലൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓയിൽ അതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.